തുടരുകയാണ്. മലപ്പുറത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന് തലവേദന ഉണ്ടാക്കുന്നത് സീറ്റ് തർക്കമാണ്. കോട്ടയ്ക്കൽ നഗരസഭ, പൊന്മുണ്ടം, പെരുമണ്ണ, നന്നമ്പ്ര തുടങ്ങിയ പഞ്ചായത്തുകൾ ഇവിടങ്ങളിലാണ് തർക്കം തുടരുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുമുണ്ട്. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, UDFന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അല്ലേ? നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണല്ലോ ശക്തി കേന്ദ്രത്തിൽ? മഞ്ജുഷ, UDFന് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് വലിയ ആശങ്കയില്ല. 33 ഡിവിഷനുകളാണ് ഇത്തവണയുള്ളത്. അതിൽ 23 ആയിരിക്കും ലീഗ് മത്സരിക്കുക, 10 കോൺഗ്രസ് മത്സരിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നേടാമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോഴും UDF അവിടെ വലിയ ആശങ്കപ്പെടുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം UDFന് വരുന്നത് പഞ്ചായത്തുകളിലെയും അതേപോലെ കോട്ടക്കൽ നഗരസഭ അടക്കമുള്ള ഇടങ്ങളിലുമാണ്. അവിടെയൊക്കെ ലീഗ് കോൺഗ്രസ് ഭിന്നത ഉണ്ട്. കോൺഗ്രസിന് നൽകിയ സീറ്റിൽ ലീഗ് വിമതന്മാർ പലയിടത്തും മത്സരിക്കുന്നുണ്ട്. പൊന്മുണ്ടത്താണെങ്കിൽ ഇവിടെ UDF ഇല്ല, മറിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഇടതുപക്ഷവുമായി കൈകോർക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. നന്നമ്പ്രയിലും കോൺഗ്രസിൽ 2 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗം ലീഗിനെതിരെ നിൽക്കുമ്പോൾ മറുവിഭാഗം ലീഗിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ അവിടെയും അത്തരത്തിലൊരു സാഹചര്യമാണ്. പൊന്മള അതേപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ ഈ സമവായ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പഞ്ചായത്തുകളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ UDFന് മുമ്പിൽ ഒരു തലവേദനയായിട്ടുള്ളത്. ലീഗും കോൺഗ്രസും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുമ്പോഴും താഴെ തട്ടിൽ ആ ഐക്യം പൂർണ്ണമായിട്ടും നടപ്പാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഒരു സാഹചര്യം മുതലെടുക്കാനാണ് ഇവിടെ LDFന്റെ ശ്രമം. LDF പരമാവധി അതൃപ്തരെ ഒപ്പം നിർത്തി സ്വതന്ത്രമായി മത്സരിപ്പിച്ച് ലീഗിൻ്റെ ആധിപത്യം കുറയ്ക്കുവാനുള്ള പോരാട്ടത്തിലാണുള്ളത്. അവരുടെ ചർച്ചകളും ആലോചനകളും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ ഒരു UDFന്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിൽ മിക്കയിടത്തിലും പെരുമണ്ണയാവട്ടെ, പൊന്മുണ്ടത്ത് പക്ഷേ ഒരു സമവായ സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ വേണം പറയുവാൻ. പെരുമണ്ണയാകട്ടെ, ചെറിയ മുണ്ടമാകട്ടെ, നന്നമ്പ്രയാകട്ടെ, അതുപോലെ തന്നെ കോട്ടക്കൽ നഗരസഭയുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ ലീഗ് നേതൃത്വത്തിൻ്റെ വിലക്ക് ലംഘിച്ച് വിമതന്മാരായിട്ട് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ മത്സരിക്കുന്ന വിമതന്മാർക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമേ ലീഗിന് കഴിയുള്ളൂ. പക്ഷേ അവർ വിജയിക്കുകയും പിന്നീട് 2 വർഷം കഴിഞ്ഞ് ലീഗിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അതാണ് ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രശ്നം. ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ മത്സരിക്കുന്നവർക്കെതിരെ നടപടിയെടുത്താലും അവർ മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് കാലങ്ങളായി മലപ്പുറം ജില്ലയിൽ നേരിടുന്ന പ്രശ്നം. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മുൻപത്തെ അത്ര പഞ്ചായത്തുകളിൽ ഇതില്ല എന്നുള്ളത് മാത്രമാണ് ഒരല്പമെങ്കിലും UDFന് തലവേദന കുറയ്ക്കുന്നത്. എന്നാണെങ്കിലും UDFലെ ഭിന്നത എങ്ങനെ മുതലെടുക്കാമെന്ന ആലോചനയാണ് LDFൽ പ്രധാനമായിട്ടും നടക്കുന്നത്. മഞ്ജുഷ്, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം